കൊച്ചി കളമശ്ശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കാറിലിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സ്ത്രീ മരണപ്പെട്ടത്. തൃക്കാക്കര നോർത്തിൽ താമസിക്കുന്ന ബുഷ്ര ബീവിയാണ് മരിച്ചത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. കളമശ്ശേരിയിലാണ് വാഹനാപകടം ഉണ്ടായത്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കാറിലിടിക്കുകയായിരുന്നു. മരിച്ചത് തൃക്കാക്കര നോർത്തിൽ താമസിക്കുന്ന ബുഷ്ര ബീവി. പലപ്പോഴും ഇത്തരം റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച സ്ത്രീ മരണപ്പെടുന്നു. റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും റോഡുകൾ പൂർണ്ണമായും തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം പല അപകടങ്ങൾക്കും പ്രധാന കാരണമാകുന്നതും അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ തന്നെയാണ്. ചില ഭാഗങ്ങളിൽ കൂടുതൽ അപകടങ്ങൾ വളവുകളിൽ ഉണ്ടാകുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും ആളുകൾ ആവശ്യമുയർത്തുന്ന കാര്യമെന്ന് പറയുന്നത് മീഡിയനുകൾ സ്ഥാപിക്കുന്നതിലെ അശാസ്ത്രീയത, ഒപ്പം തന്നെ വളവുകൾ നിവർത്തുന്നതിൽ കാണിക്കുന്ന ഒരു താല്പര്യമില്ലായ്മ ഈ റോഡ് നിർമ്മാണത്തിനിടയിൽ, ഇതെല്ലാം തന്നെയാണ് അപകടങ്ങൾക്ക് സാധാരണയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയും ഇത്തരത്തിൽ യുവതിക്ക് ദാരുണ അന്ത്യം സംഭവിച്ച കളമശ്ശേരിയിൽ സ്കൂട്ടർ അപകടത്തിൽ നിയന്ത്രണം തെറ്റി കാറിലിടിച്ചാണ് മരണമുണ്ടായിരിക്കുന്നത്. അത് തൃക്കാക്കര നോർത്തിൽ താമസിക്കുന്ന ബുഷ്ര ബീവിക്ക് അപകടം സംഭവിച്ചു. അത് പ്രധാനമായും നാട്ടുകാർ പരാതി പറയുന്നത് അവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇത്തരമൊരു അപകടത്തിന് കാരണമായി. മുമ്പും നിരവധി അപകടങ്ങൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതികൾ പറയാറുണ്ട് ഇതിന് പരിഹാരം കാണണം എന്നത് സംബന്ധിച്ച്. എന്നാൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുകൂല സമീപനങ്ങൾ ഉണ്ടാകാറില്ല. അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു ജീവൻ കൂടി നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണമാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച തൃക്കാക്കര നോർത്തിൽ താമസിക്കുന്ന ബുഷ്ര ബീവി എന്ന സ്ത്രീ മരണപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.